നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷയുടെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. കൊല്ലത്ത് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കാമുകിയുമായി പോയ കാറ് ഭർത്താവ് കത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ. നോമ്പ് കാലമാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ സെക്സ് ഒന്നും പറയാൻ പറ്റിയ സമയമല്ല. പക്ഷേ എങ്ങനെ പറയാതിരിക്കും? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയും. ഈ വയാഗ്രൊക്കെ എന്താ നിങ്ങൾക്കറിയാം. അപ്പോൾ ദമ്പതികൾ കൂടുതൽ ആസ്വാദത്തിന് വേണ്ടി ഈ വയാഗ്രകൾ വാങ്ങിച്ച് മേശപ്പുറത്ത് വെച്ചു. ഒരു പതിവ് പോലെ അന്തക്രിയ വിക്രയം നടത്തി. വളരെ ആസ്വാദമായിട്ട് പ്രതീക്ഷക്കുള്ള സമയമൊക്കെ എടുത്ത് കാര്യം നടത്തിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി നോക്കി വേണ്ടി വയാഗ്ര എന്ന പാക്കറ്റ് മേശപ്പുറത്ത് ഇരിക്കുള്ളൂ, അത് തൊട്ടിട്ടില്ല. അപ്പോൾ അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ്, സ്വയം ഒരു ബോധ്യം വന്ന് എന്തൊക്കെയോ നടക്കുന്നുള്ളൂ. ആ സെൽഫ് കൺട്രോൾ സ്വയം നിയന്ത്രിക്കാൻ പറ്റിയ പേരിൽ കൂടുതൽ സമയം എടുത്തോണം. അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ, അവരെത്ര സുന്ദരിമാരാണെങ്കിലും ഒരു സെക്സ് അപ്പീൽ ഒന്നുമില്ല. പക്ഷെ വീട്ടു കേൾക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ സുന്ദരിയായ ഭാര്യയോട് ബന്ധപ്പെടാതെ ഭർത്താക്കന്മാർ വീട്ടുവേലയ്ക്ക് ഒന്നിനും കൂടുതലാത്ത സ്ത്രീയാന്ത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മറച്ചു ഭാര്യമാരും. ഇത് അക്കരെ നിൽക്കും ഇക്കരെ പച്ച തോന്നും, ഇക്കരെ നിൽക്കും അക്കരെ പച്ച തോന്നില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കും? യൂട്യൂബും ഇത് കണ്ട് ഭർത്താക്കന്മാർ കാണുമ്പോൾ അലർജി അവർക്ക്. അതുപോലെ പുരുഷന്മാരുടെ വെച്ചോട്ടോ, ഞാൻ സ്ത്രീകളെ മാത്രമല്ല, മറിച്ച് അന്യ ഒരാൾ. അത് ഞങ്ങളൊരു പണ്ടിന് 19 വർഷം കൊണ്ട് സാന്ദർഭികമായി പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാർന്നവർ പറഞ്ഞേ, ഞാൻ വീട്ടിലൊരു പട്ടി വളർത്തുന്നുണ്ട്, ഒരു പെൺപെട്ടിയാണ്. ഞാൻ വരുമ്പോൾ അവൾ പതുക്കെ വാലുന്നതിന്. പക്ഷേ അന്യ അതിൽ കയറി വരണല്ലോ, അവളുടെ ചാട്ടവും കൊരയും വാല് പൊക്കവും കാണുമ്പോഴേ എനിക്കൊരു പേടിയാവും. അതുപോലെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഭാര്യമാർ വന്നാൽ നമുക്ക് അങ്ങനെ അല്ല ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഒരു ബേക്കോലാണെങ്കിൽ പോലും ഒരാളാകുമ്പോൾ നമ്മൾ കൂടെ ചെയ്തേൽക്കും. ഇത് രണ്ടിലുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം, അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മതപരമായ വിശ്വാസം, സാംസ്കാരിക ആത്മീയമായ വിശ്വാസം, ഈശ്വര വിശ്വാസം നന്നേ മനുഷ്യർ കുറഞ്ഞു വരാണ്. അല്ല, ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ വിശ്വാസം ഒട്ടും ഇല്ലെന്ന് മാത്രമല്ല, ഇന്നലെ പറഞ്ഞ പള്ളികളൊക്കെ പല സ്ഥലത്തേക്കും പോവാണ്, മറ്റു പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ആൾക്കാർക്ക് താല്പര്യമില്ല. നമ്മുടെ ഇന്ത്യയിലെങ്കിലും കേരളത്തിലെങ്കിലും അങ്ങനെ പാടില്ല. നമ്മൾ നിയന്ത്രിക്കണം. ഈ കൊച്ചുകുട്ടികൾ ഇതൊക്കെ പറയും. ഇന്നിപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടി കൊച്ചിയിൽ ഗർഭിണിയായി ഓപ്പറേഷൻ നടക്കുക, ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിച്ചു. എന്താണ് നമ്മുടെ നാട്? എവിടെയാണ് ഇത്? എന്താണ് പരിഹാരം? അതാണ് ഇസ്ലാം പറഞ്ഞ്. നിങ്ങൾ ഈ മുസ്ലിങ്ങൾ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ പറഞ്ഞ് ഇതൊന്നും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പറയേണ്ട കാര്യമില്ലെങ്കിലും കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും എന്നുള്ള കുറ്റം മാത്രമുണ്ട്. ഇസ്ലാം എന്താ പറഞ്ഞത്? പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അമ്മയും മകനും ഒരു മുറിയിൽ തനിച്ച് കഴിയുന്നതാണ്. എല്ലാ അമ്മമാരും മക്കളോട് പോകുന്നില്ല, പക്ഷെ അത് അപകടമാണത്. അപ്പോൾ അത്രയും അകൽച്ച ഇക്കാര്യത്തിൽ അച്ഛനും മോളും തമ്മിലില്ല. അതാണ് അവസ്ഥ. അങ്ങനെയുള്ള സ്ഥലത്ത് ആങ്ങളെ പോലെ ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് റൂമിൽ കിടക്കാം, ഉറക്കബന്ധനം എഴുതാം. എന്താണിത്? ഞങ്ങൾ പണ്ട് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അമ്മാവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മാവൻ്റെ മോളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ കിടന്ന് തോന്നും തമാശക്ക്. ഞങ്ങൾ അറിയില്ലല്ലോ. പക്ഷെ എന്നാലും മക്കൾ സന്ധ്യ ആകുമ്പോൾ കിടക്കാൻ കാലത്ത് വിളിച്ചോണ്ട് വേറെ കൊണ്ടേ കിടത്തും. അന്ന് നമുക്കറിയില്ല എന്താന്ന്. ഇപ്പം ഞങ്ങൾക്കറിയാം. അതുപോലെ നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തണം. മകൾക്ക് മകളുടെ സ്ഥാനം, പെങ്ങൾക്ക് പെങ്ങളുടെ സ്ഥാനം, അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം, ഭാര്യയ്ക്ക് ഭാര്യയുടെ, എല്ലാവർക്കും സ്ഥാനമുണ്ട്. എല്ലാ സ്ഥാനവും ഉള്ള ഒരാളില്ല. നമുക്ക് അമ്മയ്ക്കുള്ള സ്ഥാനം കൊടുക്കുമ്പോൾ അല്ല ഭാര്യയുടെ വേറെ സ്ഥാനമാണ്. എന്താ നമ്മൾ കാണുന്നു കേൾക്കുന്നു? എങ്ങനെയാണ് കുടുംബത്തിൽ ആങ്ങളെയും പെങ്ങളും ഇങ്ങനെ വളർന്നു പോകും? അമ്മയും മകളൊക്കെ എങ്ങനെ വളരും? ആവശ്യങ്ങളില്ല. ഇതിപ്പോൾ ഒരു പോക്സോ കേസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കൊടുത്തതാണ്. ഈ നിയമം മണ്ടത്തിലുണ്ടായ നിയമം ഉണ്ടാക്കുന്നത്. 1.5 വയസ്സുള്ള പെൺകുട്ടി, 30 വയസ്സുള്ള അമ്മ എന്താ പറഞ്ഞ പീഡിപ്പിച്ചു വന്നുകൊണ്ട് പോക്സ് കേസ് കൊടുത്തേക്കാണ്.
പക്ഷെ ആ ജഡ്ജി എന്നറിയോ അവർ തൂക്കിയെടുത്ത് അകത്തിടാൻ പറഞ്ഞു. അപ്പോൾ ഭർത്താവും അമ്മയും ഭാര്യയും തമ്മിൽ പിണക്കോ കേസൊക്കെ ഉണ്ട്. അപ്പോൾ കേസ് വിജയിക്കാൻ വേണ്ടി ആയിരിക്കാം അവരിത് ചെയ്തത്. അപ്പോൾ നമ്മൾ കോടതിയോടും പത്രക്കാരോടും പോലീസിനോടും ഒരു കാര്യം പറഞ്ഞു നേരത്തെ തന്നെ. അതെന്താണ്? ഇങ്ങനെ വരുന്ന ഈ പോക്സോ കേസിൽ അതിൽ കോടതി വിചാരണ നടത്തി കുറ്റവാളിയാണ് എന്ന് കോടതി പറയുന്നവരെയും ആ വാർത്ത കൊടുക്കരുത്. കോടതി വിധിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ കാര്യം നോക്കണം. ആ സാഹചര്യം എന്താണ്? അവർ പറയുന്നത് 90% പോക്സോ കേസുകളെല്ലാം കൃത്രിമമാണ്, ഒറിജിനലില്ല. അപ്പോൾ കോടതി എന്ത് ചെയ്യണം? വരികൾക്കിടയിൽ നോക്കിയിട്ട് വേണം വിധിക്കാൻ. ഇനി പോലീസ് ആവശ്യമില്ലാത്ത പോക്സോ കേസ് വന്നവരെയൊക്കെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവർ കുറ്റപ്പെടുത്തുകയോ ചെയ്ത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിലും അപാകതയുണ്ട്, എങ്കിലും നമുക്ക് സമ്മതിക്കാം. ഇത് എത്ര കുടുംബങ്ങൾ അന്യാധീനപ്പെട്ടുപോയി, ഈ പേരിൽ ചത്തുപോയിട്ടുണ്ട്. എല്ലാം നിയമം ഉണ്ടാക്കി. ഇപ്പം അധ്യാപകരോട് പറഞ്ഞ് കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല, കുട്ടികൾ ദേഷ്യത്ത് നോക്കാൻ പാടില്ല. ഞാൻ ബേസിക്കലി അധ്യാപകൻ തന്നെയാണ്. അല്പം ഭയം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ അനുസരിക്കുക? അനുസരണയുടെ മെയിൻ വസ്തു എന്ന് പറയുന്നത് ഭയം തന്നെയാണ്. അല്ല, സ്നേഹത്തിൽ അനുസരിക്കുന്നതാണെങ്കിൽ അതിന് അനുസരണം എന്നല്ല പറയാം, അത് വിധേയത്വം കേടി പറയാം. അനുസരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ SIയെ ബഹുമാനിക്കാൻ അനുസരിക്കാൻ പലതും കേൾക്കുന്ന അല്പം പേടിയുണ്ടായിട്ടാണ്. ആ പേടി ഇന്ന് പോലീസിന് പുല്ലുകൾ വഹിക്കുന്നില്ല. സംഘടശക്തി അതിന് മെയിൻ കാരണം ഈ നശിച്ച രാഷ്ട്രീയക്കാരാണ്. AORP കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, BJP മാത്രമല്ല. ഇപ്പം എന്നാൽ കേരളത്തിൽ നടക്കുന്നത് എന്ത് തെറ്റും ചെയ്തോ നിങ്ങൾ പാർട്ടി ഓഫീസിൽ കയറി ചെന്നാൽ മതി, ഒരു ശിക്ഷയില്ല, രക്ഷിക്കും. കേന്ദ്രത്തിലുള്ള BJP ഓഫീസിൽ കയറി ചെന്നാൽ മതി, എന്ത് തെറ്റിയെന്നും കയറി ചെന്നാൽ അവർ രക്ഷിക്കും. പിന്നെ ഇവിടെ നിയമം ഉണ്ടാക്കും. ഈ നിയമം നടത്തേണ്ട പോലീസാണ്. പോലീസിനെ അവർ സമ്മതിക്കുമോ? ഇപ്പോൾ കോഴിക്കോട് ഭാഗത്ത് ഒരു SI സ്ഥലം മാറ്റിയപ്പോൾ നാട്ടുകാർ മുഴുവൻ എതിർക്കാണ്. എന്താ കാരണം? ആ SI 2 വർഷം കൊണ്ടുണ്ടല്ലോ അവിടുത്തെ ലഹരി മതം അടിച്ചമർത്തി. അപ്പോൾ ഈ മാഫിയകൾക്ക് പറ്റുന്നില്ല, മാഫിയകൾ പറഞ്ഞാൽ കേൾക്കുകയില്ല, അവർ സ്ഥലം മാറ്റും. ഇപ്പോൾ ജനങ്ങൾ സംഘടിച്ചതിൻ്റെ പേരിൽ സംഘടിതമായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നല്ല നിലയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക്, നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ജീവനക്കാർക്ക്, പോലീസുകാർക്കൊന്നും രക്ഷയില്ല. അതുകൊണ്ട് അത് താളത്തിരുത്തുള്ളൂ. ഇപ്പോൾ ഒരു MLA മകനെ കേസ് ചെയ്ത് അന്നുപോലെ പ്രമാദമായിട്ട് വന്നാണ്. ഇപ്പൊ പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല, അത് ഒരു തോന്നലായിരുന്നു. എന്താണ് അവസ്ഥ? ഈ രാഷ്ട്രീയക്കാര് നിങ്ങൾ കുറച്ച് മര്യാദയോ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് പോയില്ലെങ്കിൽ അപകടമാണ്. ഇപ്പോഴത്തെ CPMന്റെ ഭരണം, ഞാൻ മുഖ്യമന്ത്രിയൊന്നും കുറ്റപ്പെടുത്തല്ല. ഇപ്പൊ മുഖ്യമന്ത്രിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള വാർത്ത കേട്ട്. എൻ്റെ CMA മിസ്റ്റർ PM എന്ന്, CMനേക്കാൾ വലുതാണല്ലോ PM, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, സംശയമില്ലല്ലോ. ഇബ്രാഹിം സുലൈമാൻ സേട്ട് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് മിസ്റ്റർ PM എന്ന് സംസാരിക്കും. ഞാൻ TV കണ്ടാണ്, ചെവിട്ട് കേട്ടാണ് മിസ്റ്റർ PM. ഒരു പ്രശ്നം ഉണ്ടായില്ല. ആ മിസ്റ്റർ ചേർക്കും, പിന്നെ അവിടെ അതൊരു റെസ്പെക്റ്റ്, ബഹുമാനമാണ്. അത് വിളിച്ചതിൻ്റെ പേരിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അത് പണ്ടൊരു ഹാസ്യ സാമ്രാട്ട് പറഞ്ഞേ, പാനിടാതെ കയറിയ ഒരാൾ ഒരു ദിവസം പാനിട്ട് കയറി ബസ്സിൽ കയറി. അപ്പോൾ സാർ ഇവിടെ പോകണമെന്ന് കണ്ടക്ടർ ചോദിച്ചു. അയാൾ ചൂടായി. കാരണം അയാൾ സാറിന് വിളിച്ച് സാധാരണ സാറിന് വിളിച്ച് കളിയാക്കുള്ളൂ. ഇത് സാറിൽ നിന്നിട്ട് കണ്ടക്ടർ വിളിച്ചത് സ്വാഭാവികമായിട്ടും റെസ്പെക്റ്റോടാണ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പറയല്ലേ. CMന്റെ വില കളയിപ്പിക്കരുത്. അതൊക്കെ നിങ്ങൾ CMനെ ഉപദേശകാരനെങ്കിലേ പറയരുത്. കുറച്ചുകൂടി ദാഷ്ട്യം മാറ്റിയിട്ട് കുറച്ചുകൂടിയൊക്കെ വിനയവും മാന്യതയും നിൽക്കുന്നേ. നിങ്ങൾ ദാഷ്ട്യമാണ് കാണിക്കുന്നത്. CM പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ തന്നെയാണ് ലോകം. ഇന്ന് പണ്ട് ഇന്ദിര പറഞ്ഞ പോലെ ഇന്ദിര എന്ന് പറയും. അങ്ങനെയൊന്നും അല്ല CM. നിങ്ങളൊന്നും അല്ല. നിങ്ങൾ ഒരു പ്രൈം മിനിസ്റ്റർ, മുഖ്യമന്ത്രി, ഓക്കെ, അത് ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് കുറച്ചുകൂടിയൊക്കെ ഈ ഇങ്ങനെ സംയമനം പാലിക്കുന്നേ. ഇന്നലെ നാളെ നിങ്ങൾ മുഖ്യമന്ത്രി ആളല്ലേ, നിങ്ങളതെല്ലാം വീട്ടിൽ പൊട്ടിത്തെറിച്ച് വരുന്നത്. നിങ്ങൾ കുറച്ചുകൂടി പക്വതയും സംയമനം എന്ന് പറയും, സ്വയം നിയന്ത്രിക്കാം. നിങ്ങൾ ആരാണ്? നിസ്സാരക്കാരല്ല. കേരള ഗവൺമെൻറ് ഭരണകക്ഷി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി തുല്യമാണ്.
മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ അവകാശം പദവി ഉള്ളത് പ്രതിപക്ഷ നേതാവിനാണ്. കാരണം പ്രതിപക്ഷ നേതാവ് നന്നായാലേ രാജ്യം നന്നാവുള്ളൂ. നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കില്ലേ? സുധാകരൻ ചെയ്തിട്ട് പ്രതിപക്ഷ MP മാത്രമാണ്, അത് പുള്ളിക്ക് അത് നേച്ചറാണ്. നിങ്ങൾ പൊട്ടിത്തെറിക്കില്ലേ? ഇതിന് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പലതും നിങ്ങൾ ആവേശം കാണിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ നാശത്തിന് തെളിയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പറയാൻ വന്ന കാര്യം ഇതൊന്നുമല്ല, ഇത് സാന്ദർഭികമായി പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഒന്ന് രണ്ട് അനുകൂലമായ ഘടകങ്ങൾ, ഈ ശ്രീകുമാരമംഗലം അമ്പലം, ആ അമ്പലത്തിലെ ഭാരവാഹി കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് ഉത്സവങ്ങൾക്ക് ആന എഴുന്നേൽക്കുന്ന വേണ്ട, ആ പൈസ പാവപ്പെട്ട് വീട് വെച്ചെടുക്കാതെ. ഇതൊക്കെ എത്ര നല്ല മാതൃകയാണ്. അതൊക്കെ മറ്റ് അമ്പലങ്ങൾക്കും അതുപോലെ മുസ്ലിം ഇതൊക്കെ ഈ ആന എഴുന്നള്ളിത്ത് ഒഴിവാക്കിയത് എവിടെയാണ് പറയുന്നത്? ആനയെ കൊണ്ട് എഴുന്നള്ളിപ്പിക്കണം എങ്കിൽ ഉത്സവം അല്ലെങ്കിൽ ചന്ദ്രക്കൂടെ ശരിയാവുന്നുണ്ട്. ഇനി ഏതാണോ അത്? ജനങ്ങൾ സംഘടിച്ചിട്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കൊക്കെ എതിർക്കണം. ആന എഴുന്നള്ളിച്ചാലാണ് ഉത്സവം പൂർത്തിയാവുള്ളൂ, അല്ലെങ്കിൽ ആന വന്നാലാണ് ചന്ദ്രക്കുടം നന്നാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന അവരാണ് ആദ്യം തല്ലേണ്ടത്. തല്ലണവരെയൊക്കെ സാമൂഹ്യത്തിൽ എത്ര പേരാണ് മരിക്കുന്നത്? ഞാൻ മൃഗങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, വയലുപ്പള്ളി ശ്രീരാമേനും പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അതൊക്കെ നല്ല മാതൃകയാണ്. അതുപോലെ വേറൊരു സംഭവം ഞാൻ പറയാണ്, ഇന്ന് ആലുവയിൽ നിന്ന് വരുന്നവർക്ക് ടാക്സി വിളിച്ചു പോയി വടക്ക് ഒരു മാർവാടിയാട്ടെ അല്ലെങ്കിൽ ആസാമിയാട്ടെ കുടിക്കാൻ വെള്ളത്തിൽ കൊടുത്ത് മയങ്ങി വീണ അയാളുടെ കാറിൻ്റെ താക്കോലും പിന്നെ മോതിരവും 10,000 രൂപ കൊണ്ടുപോയി. എന്താണ്? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും മറ്റാരും അവരെല്ലാം യാത്രക്കാർ ആരും തന്നെ സഹയാത്രക്കാർക്ക് ഒരു സാധനം വാങ്ങിച്ച് കഴിക്കരുത്. 1% പോലും അങ്ങനെയുള്ള ഇല്ല, സമ്മതിച്ചു എങ്കിൽ പോലും മാന്യന്മാരാണെങ്കിൽ ചോദിക്കുകയില്ല, കൊടുക്കുകയില്ല. ഞങ്ങൾ സാധനം കൊണ്ട് നമ്മൾ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ചോദിക്കണം ഞങ്ങൾക്ക് ബസ്ക്ക് എന്താണ് കഴിക്കാം, അല്ല കൊടുക്കരുത്, വാങ്ങിച്ച് കഴിക്കുകയും ചെയ്ത്. തീവണ്ടിയിലൊക്കെ അങ്ങനെ ചെയ്ത് എത്ര കളവ് നടക്കുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർ മനസ്സിലാക്കുന്ന അല്ലെ വർത്തമാനം ചിരിച്ച് കഴിച്ച് കഴിയുമ്പോൾ എല്ലാം കുടിച്ച് കഴിയുമ്പോൾ എന്നാൽ കുടിക്കുക. അതൊന്നും ദയവ് ചെയ്ത് ആരും കുടിക്കരുത്. ഞാൻ പറഞ്ഞപ്പോൾ ഇന്നത് പ്രധാന പോയിൻ്റെന്ന് ഞാൻ പറയില്ലേ, അതല്ല സംഗതി. എന്താണെന്നറിയോ, ഒരു എക്സ് മുസ്ലിമാണ് എന്ന് പറഞ്ഞത്, പണ്ടേയുള്ള മുസ്ലിമായതാണ്, വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതനെയൊക്കെ കാലിൽ ഓടിക്കേണ്ട സമയം കഴിച്ചിട്ടുണ്ട്. അവരിന്ന് പറയാണ് ലോകത്ത് എല്ലാ കുഴപ്പങ്ങളും കാരണം മുസ്ലിങ്ങളാണ്, കോടാനുകോടി മനുഷ്യരെ കശാപ്പ് ചെയ്ത് മുസ്ലിമാണ്, ഖുർആനും ഹദീസും ഒക്കെയാണ്. ഈ മരമണ്ട. ഞങ്ങൾ ഒരു കാര്യം അധികാരമുണ്ട്, ഇതുപോലെയുള്ള കുട്ടിക്കുരങ്ങൾ ചോറ് മാന്തിക്കുന്ന ഭരണാധികാരികളുണ്ടെങ്കിൽ അവരോട് താക്കീതാണത്. ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ക്ഷമയില്ലാത്തത് ഞങ്ങളുടെ പിള്ളേർ അവിടെ ചെന്ന് കുഴപ്പമുണ്ടാകും. പിന്നെ അതാണ് വർഗീയവാദിയാണ് തീവ്രവാദിയാണെന്നും പറഞ്ഞത് പോയി ആ മരമണ്ടനോട് പറയാണ്, ഇവിടെ കുരിശ് യുദ്ധം നടത്തി, നമ്മളൊന്നും പറയണ്ടെന്ന് ചോദിച്ചാൽ പറയിപ്പിക്കുകയാണ്. എത്ര കോടി ആൾക്കാർ ചത്ത്. 2ാം ലോകമഹായുദ്ധം 1ാം ലോകമഹായുദ്ധം ബോംബിട്ട് മറ്റു കളി എത്ര കോടികളെ കൊന്നു. പിന്നെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ലെനിനും സ്റ്റാലിനും കേട്ട് അപ്പോൾ റഷ്യയിൽ ആ വിപ്ലവത്തിൽ എത്ര ലക്ഷം കോടി ആൾക്കാരെ കൊന്നാണ്. അതുപോലെ ഇറാഖ് യുദ്ധം, അല്ല പിന്നെ ഇറാഖ് അമേരിക്ക യുദ്ധം, ലിബിയ യുദ്ധം, മറ്റ് യുദ്ധങ്ങളിൽ അഫ്ഗാൻ യുദ്ധത്തിലൊക്കെ എത്ര ആൾക്കാരെ കൊന്നുണ്ട്. ഇതെല്ലാം മുസ്ലിങ്ങളായിരുന്നോ? ഞങ്ങൾ പ്രത്യേകം പറയും, ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, അങ്ങനെ ആവശ്യമില്ല. പക്ഷെ നീതിക്ക് വേണ്ടി ഞങ്ങൾ വാദിക്കുന്നുണ്ട്. ആ നീതിക്ക് വേണ്ടി വാദിക്കൂടാതെ ഇതുപോലെ തെമ്മാടത്തേം പറയുമ്പോൾ അവരൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോകത്ത് മുഴുവൻ കുഴപ്പം കാരണം മുസ്ലിങ്ങളാണ്, കോടിക്കണക്കിന് ജനങ്ങളെ കൊന്നിട്ട് മുസ്ലിങ്ങൾ എന്ന ഈ കഴിവരുടെ മുന്നിൽ തെണ്ടി അങ്ങനെ പറയുമ്പോഴേ അവർക്ക് എന്താ ചെയ്യുക? ചില വികാര ജീവികൾ കൂടി തട്ടിക്കളയല്ലേ പോലീസ് ഇടപെടേണ്ടത്. അങ്ങനെയൊക്കെ ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇടപെടണം, ആര് പറഞ്ഞാലും ഇടപെടണം. എന്താണ് ഒരു പോലീസുള്ളത്? എത്ര നാളെ ഇവൻ്റെ വിവരം തൊഴിട്ട് ചരിത്രം അറിയില്ലെങ്കിൽ ചരിത്രം പഠിക്കണ്ടേ? ഇതൊക്കെ അങ്ങോട്ട് ജനങ്ങൾ ക്ഷുഭിതരാകും, വയലൻ്റ് ആകും. അത്ര പുണ്യവാളന്മാരൊന്നുമില്ല. എന്നിട്ട് വീരവാദികളാണ് വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ നമ്മളത് പറയും, തെറ്റാണ്. പക്ഷേ ഇതൊക്കെ പറയാൻ പാടില്ല. അങ്ങനെ അവന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സവർണ ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ സംഘപരിവാരൊക്കെ പണം കൊടുത്ത് അവനൊക്കെ തെരുവിലിറക്കി വിട്ടിട്ട് ഇതുപോലെ തെമ്മാടത്തെ വിളിച്ച് പറഞ്ഞാൽ എത്ര ദിവസം കാത്തിരിക്കും? ഇതിപ്പോൾ SDPIയുടെ ദേശീയ പ്രസിഡന്റ് എന്തൊക്കെ ദേശീയ പാർട്ടിയാണല്ലോ. ദേശീയ പ്രസിഡന്റിനെ ഇന്ന് പിന്നെ
എന്താണ് അറസ്റ്റ് ചെയ്യേക്കാണ്. കള്ളപ്പണം വെളുപ്പിച്ചു തന്നെ. കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം, അത് നമുക്ക് വരാതൊന്നുമില്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ അത് കൃത്രിമാകരുത്. അപ്പം അവർ പറയുന്നത് ഒക്കെ നിയമത്തിനെതിരെ അവർ ദേശവ്യാപകമായിട്ട് സമരം നടത്തിയപ്പോൾ പിന്നെ BJPക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ. സാധാരണഗതിയിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറൊക്കെ ഇന്ത്യയിൽ ഉണ്ടെന്ന് അധികം വല്ല, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ രജിസ്റ്റർ നടത്തി മുന്നോട്ട്. ഇത് പരസ്യമായിട്ട് BJPയുടെ ഒരു ഘടകകക്ഷി പോലെ ആക്കിയാണ് കൊണ്ടു നടക്കുന്നത്. എത്ര അധംപതിച്ചു നമ്മുടെ രാജ്യം, നമ്മുടെ നാട്. അത് തെറ്റ് ചെയ്ത് ശിക്ഷിക്കണ്ടെന്നൊന്നും പറയുന്നില്ല, ശിക്ഷിക്കുക. അത് ഇത്രമാത്രം പ്രചാരം കൊടുത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക, സംഘപരിവാറിൻ്റെ ഒരു ഘടകകക്ഷിയെ പോലെ ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തെവിടെ എത്തി നമ്മുടെ രാജ്യം, നമ്മുടെ നിയമം? അപ്പോൾ പ്രതികരിക്കുന്നവരെ ഒതുക്കുക എന്നുള്ളത് ഈ ഇവിടെ ആവശ്യമാണ്. അതേ സ്ഥാനത്ത് അതൊക്കെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അത് നമുക്ക് മുസ്ലിം എന്ന പേരിൽ മുസ്ലിങ്ങളെ ഉത്തരവാദി എന്ന് പറയുമ്പോൾ അതൊക്കെ തെറ്റല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റും? അത് വളരെ തെറ്റായ കാര്യമല്ലേ? അപ്പോൾ ഇതുകൊണ്ട് നോമ്പ് കാലമൊക്കെയാണ്, നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. കാര്യങ്ങളുടെ പ്രശ്നം വളരെ ഗൗരവതരമാണ്. മദ്യം ഒരു വശത്തുകൂടി, മയക്കുമരുന്ന് വേറെ വശത്തുകൂടി, രാഷ്ട്രീയ പോക്സോ കേസും അതുപോലെ ബാല്യ നിയമങ്ങളും കുട്ടികൾക്കുള്ള അവകാശങ്ങൾ ഇതൊക്കെ വേണം. പക്ഷെ അതെല്ലാം അതിൻ്റെ രണ്ട് വശം മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ ഇതുപോലെ ആപത്തൂരാണ്. ഇത് കുട്ടികൾക്ക്, അധ്യാപകരെ സംബന്ധിച്ച് കുട്ടികൾക്ക് ശിക്ഷ പിടിക്കാൻ പാടില്ല, ഒന്ന് ശാസിക്കാൻ പോലും പാടില്ല. സ്വന്തം അച്ഛനമ്മക്കും മക്കളെ തല്ലാൻ പാടില്ല. തല്ലണമെന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിലും അതിൻ്റേതായ ഒരു ചട്ടക്കൂട് വേണ്ടേ, ഒരു ഭയമൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ കുടുംബത്തിലെ കുടുംബാന്തരീക്ഷം ശാശ്വതമായി നിൽക്കുമോ? അപ്പോൾ നിയമം മൊത്തത്തിൽ പൊളിച്ചെഴുതേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് പോക്സോ കേസ്, പെണ്ണ് കേസ്, ഇതൊക്കെ. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാൻ നിർത്താണ്. നാമ്പൊക്കെയായിട്ട് UP 90 വയസ്സായിട്ട് ഒരാളെ പോക്സോ കേസിൽ 90 ദിവസം ജയിലിലിട്ട്, അതിൽ 2 കോടി വിലയിൽ വീട് തല്ലിപ്പോൾ ബുൾഡോസ് ഇട്ട് കഴിയും. ഈ ബുൾഡോസ് കൊണ്ടൊന്ന് വീട് നശിപ്പിക്കുക എന്നുള്ള നിയമം ഏത് നിയമമാണത്? ഇന്ത്യയിൽ ഏത് നിയമമാണത്? തെറ്റ് കിട്ടി കോടതി വിധിച്ച് കോടതി ശിക്ഷ വിധിക്കും, ആ ശിക്ഷ കൊടുക്കുക. അതിൽ താമസം വീട് കളയുക എന്നുള്ളത് അതാണ് ഫാസിസ്റ്റ് വന്നില്ല, അതാണ് ധിക്കാരല്ലേ ഇത് കാണുന്നത്. ഇനി ആ 2 കോടി രൂപയുടെ വീട് ആര് പണിത് കൊടുക്കും? അപ്പോൾ എന്തിനും ഒരു അവസാനം ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ഭരണാധികാരികളും നെറ്റും ക്ലിയർ അല്ല. പിന്നെ ഇന്നത്തെ വിഷയം കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് ബഹുമാൻ്റെ ഞാൻ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.